സമാന്തര ശ്രേണിയുടെ n-ാം പദം 4n-1 ആദ്യത്തെ 8 പദങ്ങളുടെ തുക കാണുക. സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് ആണ്. nth ടേം നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ 8 പദങ്ങളുടെ തുക കാണണം. തുക കാണാനുള്ള സൂത്രവാക്യം Sn, സം ഓഫ് ഫസ്റ്റ് n ടേംസ്. കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു T1 പ്ലസ് Tn. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണുന്ന സൂത്രവാക്യമാണ് n/2 ഇൻറ്റു T1 പ്ലസ് Tn. n പറഞ്ഞാൽ എത്ര പദങ്ങളുണ്ട്? 8 പദങ്ങളാണ്. T1 എന്ന് പറഞ്ഞാൽ ആദ്യ പദം, Tn n-ാം പദം. അതായത് ഇവിടെ എത്ര പദങ്ങളാണ്? 8 പദങ്ങളല്ലേ. അപ്പോൾ 8-ാം പദം Tn പറഞ്ഞാൽ ഈ കണക്കിൽ 8-ാം പദമാണ്. കാരണം 8 പദങ്ങൾ അതിലുള്ളൂ. Tn എന്ന് പറഞ്ഞാൽ n-ാം പദം എന്ന് പറയാം, അവസാന പദം എന്ന് പറയാം. ഈ കണക്ക് 8 പദങ്ങളാവുകൊണ്ട് 8-ാം പദം. നമുക്കിതിൽ വില കൊടുക്കണമെങ്കിൽ n അറിയാം, 8 1-ാം പദം അറിയണം. അതിന് n-ാം പദം 4n-1 ആണല്ലോ. അപ്പോൾ n-ാം പദം 4n-1 ആണെങ്കിൽ നമുക്കതിന്ന് 1-ാം പദം കാണാം. T1 എന്ത് ചെയ്തത്? n-ന് 1 വില കൊടുക്കാം. 4 ഇൻറ്റു 1 -1, 4 ഇൻറ്റു 1 4 നിന്ന് കുറച്ചാൽ 3. നമുക്ക് എന്ത് കിട്ടി? T1 കിട്ടി. ഇനി Tn പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ T8 ആണ്. T8 നമ്മൾ എന്ത് ചെയ്യുക? n-ന് പകരം 8 എന്ന് വില കൊടുക്കുക. 4 ഇൻറ്റു 8 -1, 4 8 32 നിന്ന് കുറച്ചാൽ 31. ഇനി നമുക്ക് ഇതിൽ വില കൊടുക്കാം. Sn കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? n/2 എന്താ ഇടുക? 8/2 ഇൻറ്റു T1-ഉം Tn-ഉം കൂട്ടുക. അതായത് 3 + 31, 3 + 31. 8/2 4 ഇൻറ്റു 31 34 കുടിക്കുക. 4 4 16, ശിഷ്ടം 1, 4 3 12 13. ഉത്തരം 136. വ്യാപാരി വാച്ചിൻ്റെ വില 50% കൂട്ടിയ ശേഷം 50% ഡിസ്കൗണ്ട് അനുവദിച്ചു. ഈ കച്ചവടത്തിൽ വ്യാപാരിക്ക് ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? കണക്ക് ചെയ്യാൻ നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം. x + y + x ഇൻറ്റു y/100 എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. ഇതിൽ എക്സും വൈയും നമുക്ക് 2 ശതമാനങ്ങൾ തരും. ഒന്നുകിൽ കൂടലിൻ്റെ ശതമാനം അല്ലെങ്കിൽ കുറയലിൻ്റെ ശതമാനമായിട്ട് 2 ശതമാനങ്ങൾ തരുന്നുണ്ട്. അതാണ് എക്സും വൈയും. അപ്പോൾ നമുക്കിതിൽ വില കൊടുക്കാം. വ്യാപാരി വാച്ചിൻ്റെ വില 50% കൂട്ടി. അപ്പോൾ എക്സിന് പകരം നമുക്ക് 50 എന്ന് എടുക്കാം. എന്നിട്ട് 50% ഡിസ്കൗണ്ട് അനുവദിച്ചു. അപ്പോൾ -50 എന്ന് എടുക്കണം. 50% കൂട്ടുക. അതുകൊണ്ടാണ് എക്സ് 50 പോസിറ്റീവ് 50 എടുത്തത്. അടുത്ത 50% ഡിസ്കൗണ്ട് നമ്മുടെ വില കുറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് നെഗറ്റീവായിട്ട് എടുത്തത്. അപ്പോൾ എക്സും വൈയും നമ്മൾ എഴുതി. പ്ലസ് ഇനി എക്സ് ഇൻറ്റു വൈ ഇത് രണ്ടും കൂടി ഗുണിക്കുക. 50 ഇൻറ്റു -50/100. 50 നിന്ന് 50 കുറച്ചാൽ 0 ആയി. ബാക്കി ഇത് കുടിക്കുമ്പോൾ എന്ത് വരും? -2500/100 എന്ന് വരും. നമുക്ക് ഈ 100ഉം 0 വെട്ടിപ്പായ -25 എന്ന് ഉത്തരം കിട്ടി. ഇതിൻ്റെ അർത്ഥം നെഗറ്റീവ് ചിഹ്നം ഇതിനെ സൂചിപ്പിക്കുന്നു? നഷ്ടത്തെ സൂചിപ്പിക്കുന്നു. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ലാഭമാണ്, ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നഷ്ടമാണ്. എത്ര ശതമാനമാണ് നഷ്ടം? 25% നഷ്ടമാണ് ആർക്കുണ്ടായത്? വ്യാപാരിക്ക് ഉണ്ടായത്. √1521 സമം 39 ആയാൽ √1521 പ്ലസ് √15.21 പ്ലസ് √0.1521 വില കാണുക. നമുക്ക് 1521 റൂട്ട് തന്നിട്ടുണ്ട് 39. നമുക്ക് ഇതിൻ്റെ വിലയാണ് കാണേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള അതേ സംഖ്യയാണ് ഇവിടെയൊക്കെ എഴുതിയിരിക്കണം. എന്താ വ്യത്യാസം? ഇതിൽ അതേ സംഖ്യയാണ് ഇവിടെ ദശാംശം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അക്കങ്ങളെല്ലാം ഒരുപോലെയാണ് എല്ലാത്തിലും. വ്യത്യാസം എന്താ? ഇവിടെ ദശാംശം ഇല്ല, ഇതിൽ രണ്ടിലും ദശാംശം ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ √1521 39 ആണെങ്കിൽ ഇതിൻ്റെ വില കാണണം. അപ്പോൾ √1521 എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് എന്താ എഴുതാം? 39 പ്ലസ് ഇതിൻ്റെ ഉത്തരം കാണണം. 1521 റൂട്ട് നമ്മൾ എഴുതുക. എത്രയാണ്? 39. അതിന് മാറ്റമില്ല. ഇനി നമുക്ക് ദശാംശം പരിഗണിക്കുക. എന്താ നോക്കട്ടെ? റൂട്ട് കാണുമ്പോൾ ഒരു ദശാംശ സംഖ്യയുടെ റൂട്ട് കാണുമ്പോൾ ദശാംശത്തിന് ശേഷം എത്ര അക്കം ഉണ്ട് നോക്കുക. ദശാംശ സംഖ്യയുടെ റൂട്ട് കാണുമ്പോൾ ദശാംശത്തിന് ശേഷം എത്ര അക്കം? 2 അക്കം. അതിൻ്റെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി എടുക്കുക. എത്ര സ്ഥാനമുള്ളത്? 2 അല്ലേ? അതിൻ്റെ പകുതി എത്രയാണ്? 1. എന്നിട്ട് നമ്മൾ ഈ 39 ഒരു സ്ഥാനം ഇടത്തോട്ട് നിൽക്കുക. ഒരു ദശാംശ സ്ഥാനം 3.9 പ്ലസ്. അതുപോലെ ഇവിടെയും 1521 ആദ്യം നമ്മൾ 39 തന്നെ എഴുതുക. കാരണം 1521 39 തന്നെ എഴുതുക. ഇനി എന്താ? ഇപ്പോൾ ചെയ്ത പോലെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക. ദശാംശം കേട്ട് 1 2 3 4 സ്ഥാനമുള്ളത്. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ പകുതി എടുക്കുക. 4/2 എത്രയാണ്? 2 എന്ന് വരും. 2 ദശാംശ സ്ഥാനത്തോട്ട് നീക്കുക. ദശാംശം ഇവിടെ ഇടുക. 0.39. ഇനി നമ്മളിത് 3 കൂടി കൂട്ടുക. എത്രയൊക്കെയാണ്? 39ഉം 3.9ഉം 0.39 കൂടി കൂട്ടുക. കൂട്ടുമ്പോൾ 9 9 3 12 ദശാംശം 8 ശിഷ്ടം 1 ഉണ്ട്. ആ 1 3 4 9 13 ശിഷ്ടം 1 1 3 4. ഉത്തരം 43.29.